ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ ഡിഗ്രി ഫിലിംസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് മൊമെന്റിലാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും. ഹോട്ട് ടോപ്പിക്സ് അത്രയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, അപ്പോൾ എന്ത് ചെയ്യും ഇനി, അല്ലെങ്കിൽ എന്താണ് ആ ഒരു നല്ലൊരു മാർക്സിലോട്ട്, അതായത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മാർക്സിലോട്ട് എത്താൻ സാധിക്കുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ഈ ലാസ്റ്റ് ഫ്യൂ ഡേയ്സിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവർ എന്ത് കാര്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളതിന്റെ ഏറ്റവും നല്ല സോഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾ അത്രയും വർഷത്തെ ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് പല കാര്യങ്ങളും കവേർഡ് ആകും സിലബസിൽ പറഞ്ഞിട്ടുള്ള. ഓക്കെ, അതൊക്കെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും വർഷത്തെ നമ്മൾ നോക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റിൽ ഇത് ഫിലിംസിന്റെ മാത്രമുള്ളതാണെങ്കിലും നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക. അത് കയ്യിലില്ലാത്തവരുണ്ട് എങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC പോലെ ജോയിൻ ചെയ്താൽ ഇതും പ്ലസ് കുറച്ച് സ്പെഷ്യൽ പേപ്പേഴ്സിൻ്റെയും ലൈക്ക് ജൂനിയർ അസിസ്റ്റന്റ് പോലത്തെ പേപ്പേഴ്സിൻ്റെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള പേപ്പറുകളാണ് ഞാൻ തരുന്നത്. ഒരു 15+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, MBA ആണെങ്കിൽ അതിൽ കൂടുതൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. കാരണം ഇത്രയും ചോദ്യ പേപ്പറുകൾ കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ചോദ്യം കണ്ടു, നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പിന്നെ ഇത് നോക്കണ്ട. ഇനി അറിയാത്ത കാര്യമാണെങ്കിൽ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം. അങ്ങനെ നമുക്ക് ഈ ഒരു കുറച്ച് ദിവസം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ പഠിച്ചു പോയിട്ട് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കൂ. നിങ്ങൾക്ക് നല്ലവണ്ണം മാർക്സ് ഇൻക്രീസ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ കുറേയധികം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്താണ് എൻ്റെ എനിക്ക് ആ മാർക്സിൻ്റെ ഒരു ലെവൽ കൂട്ടാൻ സാധിച്ചത്. ഓക്കെ, നമ്മൾ എല്ലാ സിലബസിൽ പറഞ്ഞ പോർഷൻസ് ഒന്നും ഈ ഫിലിംസിന് കവർ ആകാറില്ല. ഓക്കെ, പലപ്പോഴും എല്ലാം നടക്കണമെന്നില്ല, കാരണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന പോർഷൻസ് ഒന്നും അല്ല ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചു കണ്ടതിൽ പ്രധാനപ്പെട്ടതൊക്കെ കൂടുതൽ നോക്കി പഠിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഓൾറെഡി എന്താണ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലല്ലാതെ ഞാൻ പറഞ്ഞു ചില സ്പെഷ്യൽ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഞാൻ IT-ലെയും ഹിസ്റ്ററിയിലെയും അതുപോലെ മലയാളത്തിൽ നിന്ന് ഷുവറായിട്ട് വരാൻ സാധ്യതയുള്ളതൊക്കെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളത്തിന്റെ കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന സ്പെഷ്യൽ പേപ്പേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തതിന്റെ ബേസിസിൽ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തേൽ പറയുന്നതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും പറഞ്ഞു പോകും. സോ വീഡിയോ ത്രൂ ഔട്ട് നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ പഠിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ ക്വസ്റ്റൻസ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റൻ എന്താ നോക്കാം. വാട്ട് ഡസ് ആർട്ടിക്കിൾ 17 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റിലേറ്റ് ടു? അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിന്റെ ആൻസർ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് ഇറ്റ്സ് പ്രാക്ടീസസ് ഇൻ എനി ഫോംസ് എന്നുള്ളതാണത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം നോക്കാം. ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നതിന്റെ ആ ഒരു റെലവൻസ് നമുക്കറിയാവുന്നതാണ് അല്ലെ. ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയുടെ അണ്ടറിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ഇത് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺസ് ആൻഡ് ഫോറിനേഴ്സ് അല്ലെ. കാരണം സിറ്റിസൺസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മളൊരു സെറ്റ് പഠിക്കുന്നുണ്ട്. അത് 15, 16, 19, 29, 30 എന്നുള്ളതാണ്. ഇത് സിറ്റിസൺസിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, അത് നിങ്ങൾക്കറിയാലോ. ഇനി ആർട്ടിക്കിളിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്നത് 1955 കൊണ്ടുവരുന്നത്. അങ്ങനെ 1955 ജൂൺ 1 ഇത് പ്രാബല്യത്തിൽ വരുന്നു. പക്ഷേ ഇതിന്റെ പേര് പിന്നീട് 1976 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്നായി മാറി. കാരണം നിയമം വന്നത് എന്താണ് 1955 തന്നെയാണ്, പക്ഷെ അതിന്റെ പേരൊന്ന് മാറ്റുന്നു 76 എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഞാൻ ചില ചോദ്യ പേപ്പറുകളിൽ അങ്ങനത്തെ ചോദ്യം കണ്ടതുകൊണ്ടാണ് ഇതിന്റെ ഒരു എക്സ്ട്രാ ഫാക്ട് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ ഒരു ആക്ടിന്റെ ഇതിന് അഗൻസ്റ്റ് ആയിട്ട് ഈ പറയുന്ന തൊട്ടുകൂടായ്മയുടെ ബേസിസിലുള്ള എന്തെങ്കിലും വേർതിരിവൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള തടവ് ശിക്ഷയും പിഴ ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ കുറഞ്ഞത് 1 മാസം മുതൽ പരമാവധി 6 മാസം വരെ തടവും അതുപോലെ തന്നെ ഒരു സർട്ടൻ എമൗണ്ട് പിഴയുമാണ് കൊടുക്കാറുള്ളത്. ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ എന്നുള്ളത്. അപ്പോൾ ഈ തടവിന്റെ ഇതൊന്ന് നോക്കി വയ്ക്കുക, കുറഞ്ഞത് 1 മാസം തൊട്ട് 6 മാസം വരെ. പക്ഷേ ഈ കുറ്റം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വീണ്ടും ഇതിന്റെ ഇത് കൂടും. 6 മാസം മുതൽ 1 വർഷം വരെ എന്നുള്ളതാകും. കാരണം റിപ്പീറ്റ് ചെയ്യല്ലേ അത്. ഓക്കെ, ഇനി 3-ാം തവണയും റിപ്പീറ്റ് ചെയ്താൽ എന്താണ് 1 വർഷം മുതൽ 2 വർഷം വരെ തടവും അതിനനുസരിച്ചുള്ള പിഴയും ഉണ്ട് കേട്ടോ. ഇതിലൊക്കെ പിഴയുമുണ്ട്, കാശിന്റെ ഇതും പറയാറുണ്ട്. ഞാൻ തടവ് ശിക്ഷ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി ഇതിന്റെ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു നിയമത്തിനെ വയലേറ്റ് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് പാർലമെന്റിലേക്കോ സംസ്ഥാന നിയമസഭകളിലേക്കോ മത്സരിക്കാൻ സാധിക്കില്ല. ഓക്കെ, അത് അവർ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. അത് ആക്ച്വലി റെപ്രസെന്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് 1951 ബേസിസിലാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനത്തെ സെന്റൻസും നിങ്ങൾ ചിലപ്പോൾ കാണും. ഓക്കെ, ഈ നിയമപ്രകാരം, ഓക്കെ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 പ്രകാരം ഇത് കൊഗ്നിസിബിൾ ആണ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കാണും. കൊഗ്നിസിബിൾ ആണ് എന്താണ് അതിന്റെ അർത്ഥം? അതായത് വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്, ഈ ഒരു നിയമത്തിന്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് പക്ഷേ 1989 അത് കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള ശിക്ഷാവിധികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കുറഞ്ഞത് 6 മാസം മുതൽ 5 വർഷം വരെ തടവൊക്കെ ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ക്വസ്റ്റൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫ്ലോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ആർ കറക്റ്റ് അബൌട്ട് ദി പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നോക്കാം. ബൈ 42nd Constitutional Amendment Act 4 new words socialist, secular, democratic and integrity were added. നമുക്കറിയാം 42nd Constitutional Amendment Act അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ആക്ടില് സോഷ്യലിസ്റ്റ് ഉണ്ട്, സെക്യുലർ എന്നുള്ളത് ചേർത്തിട്ടുണ്ട്, യൂണിറ്റി എന്ന് മാത്രം ഉണ്ടായിരുന്ന പ്രിയാമ്പിളിൽ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റിയും കൂടെ ചേർത്തു. ഡെമോക്രാറ്റിക് അപ്പോൾ വന്നിരുന്നോ? ഡെമോക്രാറ്റിക് നേരത്തെ ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് വൺ തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ഉള്ള എല്ലാം എലിമിനേറ്റ് ചെയ്യാം. In second one, preamble is based on the objectives resolution moved by Jawaharlal Nehru in the Constituent Assembly. ശരിയാണ് അല്ലെ? ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതാണ് ഇന്ന് നമ്മളുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ 2 ഓൾറെഡി ഉണ്ട്, നമ്മുടെ 2 ഓപ്ഷനിലും അതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്ത ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിനെ വെച്ചിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ജവഹർലാൽ നെഹ്റു ആണ് ഇത് അവതരിപ്പിച്ചത്. 1946 ഡിസംബർ 13 അവതരിപ്പിക്കുന്നത്. ഓക്കെ, പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭ ഇത് അംഗീകരിക്കുന്നത് 1947 ജനുവരി 22 ഈ ഡേറ്റ് ചോദിക്കാറുണ്ട്. അവതരിപ്പിച്ചതും അതുപോലെ അംഗീകരിച്ചതും. ഓക്കെ, ഇന്നത്തെ നമ്മളുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിന്റെ രൂപം. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പ്രിയാമ്പിൾ ക്യാൻ ബി അമെൻഡഡ് ബൈ ദ പാർലമെന്റ് ബട്ട് വിതൗട്ട് ഡിസ്ട്രോയിങ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് പ്രിയാമ്പിളും കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിളും നിങ്ങൾക്ക് അമെൻഡ് ചെയ്യാം, പക്ഷേ അതിന്റെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, അതായത് അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ ഒരു ഘടനയുണ്ടല്ലോ, അത് മാറ്റുന്ന തരത്തിൽ ആയിക്കൂടാ. അതായത് ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കാത്ത തരത്തിലുള്ള അമെൻമെന്റ് നിങ്ങൾക്ക് പ്രിയാമ്പിളിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഇതും ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പോൾ ഓൺലി 2 and 3 എന്നുള്ളതാണ് ആക്ച്വലി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഒരു ക്വസ്റ്റൻ അസോസിയേറ്റഡ് ആയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ് ഉണ്ട്, ലാൻഡ്മാർക്ക് കേസസ്. ഓക്കെ, ആ കേസസ് നിങ്ങളൊന്ന് ഓർഡറിൽ മനസ്സിലാക്കി വെക്കണം. ഒരു ചോദ്യ പേപ്പറിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത് നിങ്ങൾക്കറിയാവുന്ന AK ഗോപാലൻ കേസ് ഉണ്ട്. ഓക്കെ, അത് 1950 ആർട്ടിക്കിൾ 21 ബന്ധപ്പെട്ട ഒരു കേസാണിത്. പ്രാധാന്യം ഇത്രയേ ഉള്ളൂ. നിയമം അനുശാസിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കാം എന്ന് കോടതി അതിൽ കോടതിക്ക് പരിമിതമായ അധികാരമേ ഉള്ളൂ എന്ന് കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് AK ഗോപാലൻ കേസ്. അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇനി വരുന്നതിലുള്ളതും ഉണ്ട്. ബേരുബാരി കേസ്. അത് 1960 കേസാണ്. ഓക്കെ, ഈ ഒരു കേസ് എന്താണെന്നുള്ളതിന്റെ ഒരു കഥ നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ലെങ്കിലും പിന്നീട് നിങ്ങളുടെ മെയിൻസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ചാലും മതി. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രിയാമ്പിള് ഭരണഘടനയുടെ ഭാഗമല്ല. പ്രിയാമ്പിൾ ഇസ് നോട്ട് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് ഈ ഒരു കേസിലാണ്. കോടതി തന്നെ നിരീക്ഷിക്കുകയാണ് ചെയ്തത് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമായി പരിഗണിക്കേണ്ടതില്ല എന്ന്. ഓക്കെ, ഇനി മൂന്നാമത്തത് ഗോലക്നാഥ് കേസ്. വർഷവും കൂടെ നിങ്ങൾ നോക്കണം കേട്ടോ. ഗോലക്നാഥ് കേസ് 1967. ഈ ഓർഡറുകൾ നോക്കണം. അതിന്റെ വിഷയം മൗലികാവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതായത് പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഒരിക്കലും ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് തൊടാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ പറഞ്ഞു. ഓക്കെ, നാലാമത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേശവാനന്ദ ഭാരതി കേസ്. ഇത് ഞാൻ എൻ്റെ SCRT ക്ലാസ്സിൽ വ്യക്തമായിട്ട് ഈ കേസിനെ കുറിച്ച്, ഈ കേസ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ റെലവൻസ് ഒക്കെ SCRT ക്ലാസ്സിലിട്ട്. അപ്പോൾ SCRT ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, ഇനി നമുക്ക് മെയിൻസിലൊക്കെ ആവശ്യം വരും, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് പറയാം. 1973 കേസാണത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു ഐഡിയ വരുന്നത് തന്നെ ഈ ഒരു കേസിലൂടെയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഭരണഘടനയിലെ ഏത് ഭാഗവും ഇൻക്ലൂഡിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാം? അമെൻഡ് ചെയ്യാം, പാർലമെന്റിന് അമെൻഡ് ചെയ്യാം. പക്ഷേ അത് ഒരിക്കലും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റുന്ന തരത്തിലുള്ളതാകരുത്. അപ്പോൾ എന്താ ഭരണഘടനയുടെ ഘടകങ്ങളായിട്ട് പരിഗണിക്കുന്നത്? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. അതുപോലെ കുറേയധികം പോയിന്റ്സ് ഏതൊക്കെയാണ് ആ ബേസിക് സ്ട്രക്ചറിൽ വേണ്ടത് എന്നുള്ളത്, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്, ഇതൊക്കെ അതിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ കുറേയധികം പോയിന്റ് ഇട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ബേസിക് സ്ട്രക്ചറിന്റെ ഇതിലുള്ളതാണ്. അതിന്റെ ഘടനയിൽ തന്നെ അതിനെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു അമെൻമെന്റ് നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല. ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് നിങ്ങൾക്കറിയോ, April 24 ഈ ഒരു വിധി വന്നത് തന്നെ. പിന്നെ ഉള്ളത് മേനകാ ഗാന്ധി കേസ് അല്ലെങ്കിൽ മനേകാ ഗാന്ധി കേസ് നമുക്ക് വേണമെങ്കിൽ പറയാം. 1978. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്?
വ്യക്തി സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21, അതായത് ജീവിക്കാനുള്ള അവകാശം എന്നാൽ കേവലം നിലനിൽപ്പല്ല, മറിച്ച് അത് ആ ഒരു എന്താ പറയാ അന്തസ്സോടുകൂടിയും ജീവിക്കാനും അതുപോലെ തന്നെ എന്താണ് വിദേശയാത്ര ചെയ്യാനുള്ള ഒരു അവകാശവും ഇതിന്റെ ഭാഗമാണെന്ന് നിരീക്ഷിച്ചത് ഈ ഒരു ഇതിലാണ് കേട്ടോ. അതായത് ആർട്ടിക്കിൾ 21 ഡീൽസ് വിത്ത് റൈറ്റ് ടു പേഴ്സണൽ ലൈഫ് ആൻഡ് ലിബർട്ടി എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ അതില് നമുക്ക് അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്താണ് വിദേശയാത്ര ചെയ്യാനുള്ള അവകാശവും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് സുപ്രീം കോടതി പറയുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ 6ാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ് മിനർവ മിൽസ് കേസ് 1980. വിഷയം എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് വേഴ്സസ് DPSP എന്നുള്ളതാണ്. അതായത് ഇതിൽ ഏതാണ് കൂടുതൽ റെലവെന്റ്? കാരണം മൗലികാവകാശങ്ങൾ ഒരു പൗരന് രാജ്യം ഉറപ്പാക്കേണ്ട അവകാശങ്ങളാണ്. DPSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ബാക്കി എല്ലാ, അതായത് സോഷ്യൽ ആൻഡ് എന്താ പറയാ ഇക്കണോമിക് വെൽഫെയർ ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രം സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ ഒരു രാഷ്ട്രം നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് പറഞ്ഞു? മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം, അതും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ്. അതായത് ഇത് രണ്ടും ഒരു ബാലൻസിങ് വേണം. ഓക്കെ, എന്നാൽ മാത്രമേ പല കാര്യങ്ങളും നന്നായിട്ട് നടക്കുള്ളൂ. അതിന്റെ ഒരു ബാലൻസിങ് അത്യാവശ്യമാണ്. ഇത് രണ്ടും മുന്നിൽ കണ്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെയുള്ളൊരു കേസാണ് 7ാമത്തത് SR ബൊമ്മായി കേസ് 1994. അത് വിഷയം ആർട്ടിക്കിൾ 356 പ്രസിഡൻസ് റൂൾ ആണ്. ഓക്കെ, സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കേന്ദ്രത്തിന്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട്, ഓക്കെ, അതുപോലെ തന്നെ മതേതരത്വം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണെന്നും പറഞ്ഞത് ഈ ഒരു SR ബൊമ്മായി കേസിലാണ്. ദെൻ 8ാമത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് വിശാഖ കേസ് 1997. അത് സ്ത്രീ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ജോലി സ്ഥലത്ത് ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് വിശാഖ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന സംഭവമൊക്കെ പുറപ്പെടുവിക്കുന്നത് ഇതിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ച് കേസുകളാണ് പറയുന്നത്. വേറെയും ചിലതൊക്കെ ചോദിക്കാറുണ്ട്, മെയിൻസ് ലെവലിലും ചോദിക്കാറുണ്ട്, പ്രിലിംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു ചോദ്യത്തോട് അനുബന്ധിച്ച് പറഞ്ഞത് മാത്രം. ഇനി അടുത്ത ഒരു പേപ്പറിലെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? Every judge of a high court shall be appointed by the president by warrant under his hand and seal after. അതായത് ഹൈക്കോർട്ടിലെ ഓരോ ജഡ്ജും പ്രസിഡന്റാൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ആരുടെ കൺസൾട്ടേഷന് ശേഷമാണ് എന്നുള്ളതാണ്. നമുക്ക് ബേസിക്കലി അറിയാം ഹൈക്കോർട്ടാണ്, ഹൈക്കോർട്ടിലെ ഓരോ ജഡ്ജും. അപ്പോൾ ഇത് ആക്ച്വലി ആർട്ടിക്കിൾ 270 അണ്ടറിൽ പറയുന്നതാണ്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയായിട്ട് കൺസൾട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിനോട് ആലോചിക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഉണ്ട്. പിന്നീട് ഏത് സംസ്ഥാനത്തെ ഹൈക്കോർട്ടിലാണോ നിയമിക്കുന്നത് ആ സംസ്ഥാനത്തെ ഗവർണറുമായിട്ട് ആലോചിക്കണ്ടേ? സോ കൺസൾട്ടേഷൻ വിത്ത് ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ. പിന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് ഹൈക്കോർട്ട് കൺസൾട്ടേഷൻ വിത്ത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺ. ഇത്രയും പേരുമായിട്ട് ആലോചിക്കണം. അതിൽ ചീഫ് മിനിസ്റ്ററുടെ കൺസൾട്ടേഷൻ ആവശ്യമില്ല. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Statement 1. No discussion shall take place in the legislature of a state with respect to the conduct of any judge of the Supreme Court or of a High Court in the discharge of his duties. അതായത് ഒരു സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ജഡ്ജിന്റെ കണ്ടക്ട്, അവരുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും തന്നെ ഒരു സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടത്താൻ പാടില്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? The validity of any proceedings in the legislature of a state shall not be called in question before the courts on the ground of any alleged irregularity of the procedure. അതായത് എന്റെ മലയാളം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണതേ. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതായത് സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ? അതെ, ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആർട്ടിക്കിൾ 211 ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, അതായത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വതന്ത്രമായ പ്രവർത്തനം ഉറപ്പുവരുത്താനാണ് അങ്ങനെ പറഞ്ഞത്. ഒരു സംസ്ഥാന നിയമസഭയിലും എന്താണ് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഒരു ജഡ്ജിയുടെ ഔദ്യോഗികമായ പെരുമാറ്റം, കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പെരുമാറ്റം, യാതൊരുവിധ ചർച്ചകളും നടത്താൻ പാടില്ല. അതുപോലെ തന്നെ സമാനമായ നിയമം പാർലമെന്റിനും ബാധകമാണ്. ആർട്ടിക്കിൾ 121 പറയുന്നുണ്ട്. ഓക്കെ, അവിടെയും ജഡ്ജിമാരുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അനുവാദമില്ല. ഓക്കെ, പിന്നെ പാർലമെന്റിന്റെ കേസിൽ വരുമ്പോൾ അവിടെയുള്ള ഒരു എക്സെപ്ഷൻ എന്താണ്? ഒരു ജഡ്ജിയെ റിമൂവ് ചെയ്യണമെങ്കിൽ അല്ലെ, ആ ഒരു റിമൂവലിന്റെ മോഷൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പെരുമാറ്റത്തെ കുറിച്ച് പാർലമെന്റിൽ ചർച്ച നടത്താൻ പറ്റും. പക്ഷെ അപ്പോഴും സംസ്ഥാന നിയമസഭയിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 212 പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അതായത് നിയമസഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ കോടതിയും ഇടപെടാൻ പാടില്ല. അങ്ങോട്ടും പാടില്ല, ഇങ്ങോട്ടും പാടില്ല. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ,
അപ്പോൾ സഭയ്ക്കുള്ളിൽ ഒരു നിയമം പാസ്സാക്കുമ്പോഴോ മറ്റോ എന്തെങ്കിലും നടപടിക്രമങ്ങളിൽ പിഴവ് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ നടപടിയുടെ സാധുതയെ വാലിഡിറ്റിയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. നടപടിക്രമങ്ങളിലെ പിഴവ് ചോദ്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സഭയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ, അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ലംഘിക്കുന്നതാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 212 എന്താണ് പറയുന്നത്? നിയമസഭയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല. സംസ്ഥാന നിയമസഭ എന്ന് പറഞ്ഞു. അത് ആർട്ടിക്കിൾ 212. ആർട്ടിക്കിൾ 122 എന്താണ്? അത് പാർലമെന്റിന്റെ കാര്യത്തിൽ കോടതികൾ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നതാണ്. അപ്പൊ ഇത് രണ്ടും മനസ്സിലായില്ലേ? Okay. Next question. Which of the following objectives are not embodied in the preamble to the Constitution of India? താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് പ്രിയാമ്പിളിൽ പറയാത്തത്? ഒന്ന്, യൂണിറ്റി ഓഫ് ദ നേഷൻ, അതായത് രാഷ്ട്രത്തിന്റെ ഒരു ഐക്യം. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം. സെസെഡ് ഫ്രം ദ യൂണിയൻ, യൂണിയനിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് വേർതിരിഞ്ഞു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സ്റ്റേറ്റിന് പറ്റുമോ? സ്റ്റേറ്റിന് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, യൂണിയനിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ലോജിക്കലി തന്നെ 2 ആണ് ആ പറയുന്ന സംഭവത്തിൽ എന്താണ് പ്രിയാമ്പിളിൽ പറയാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷനും യൂണിറ്റിയും പറഞ്ഞിട്ടുണ്ട്. സോ 2 ഓൺലി ആണ് കറക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫ്ലോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. NCERT പാഠഭാഗത്ത് നിന്ന് എടുത്ത് പറയാനുണ്ട്. അതുപോലെ തന്നെ CAG-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഇനി അങ്ങോട്ട് കുറച്ച് 2-3 ചോദ്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ചധികം ഫാക്ട്സ് ഒക്കെ പറയാനുണ്ട്. NCERT +1 ആണോ +2 ആണോ ഏതൊരു ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ ചിലപ്പോൾ ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് ചോദിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ